മകൾ ഷെറിനെ നഴ്സാക്കാനായിരുന്നു ജോസഫ് വിദ്യാഭ്യാസ വായ്പയെടുത്തത്. 2004 ചീക്കോന്ന് SPT ശാഖയിൽ നിന്നുമാണ് 1,25,000 രൂപ വായ്പയെടുത്തത്. കൂലിപ്പണിക്കാരനായ ജോസഫിനാകട്ടെ വായ്പ തിരിച്ചടയ്ക്കാനായില്ല. വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലി കിട്ടിയ മകൾക്ക് ലഭിക്കുന്നത് തുച്ഛമായ ശമ്പളം. 10 വർഷമായിട്ടും വായ്പ തിരിച്ചടക്കാത്തതിനെ തുടർന്നാണ് ജോസഫിനെ ജയിലിലടച്ചത്. അങ്ങനെ അടയ്ക്കാൻ പറ്റാതെ കിടന്ന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക്. വീട്ടിൽ നിന്ന് അടയ്ക്കാനും അവൾക്ക് ജോലി ഇല്ലാണ്ടായി. പിന്നെ അങ്ങനെ ബാങ്കിൽ നിന്ന് അടയ്ക്കണമെന്ന് പറയാതെ അവർ ബാങ്കുകാർ കേസാക്കി കോടതിയിലെത്തിയായിരുന്നു. പാടുണ്ടായ കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങൾ ഇവരുടെ വീട് സന്ദർശിച്ചു. ജോസഫിന്റെ കേസ് ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് ഇവർ പറഞ്ഞു. കാര്യം ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും അടിയന്തിരമായി എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യും. കണ്ണൂർ ജയിലിൽ കഴിയുന്ന വൃദ്ധനായ പിതാവിനെ ഒന്ന് പോയി കാണാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ കുടുംബം. മീഡിയ 1 കോഴിക്കോട്.